നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വിമർശനങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്, അതെനിക്കറിയാം. പക്ഷേ എന്താണ് ഈ ടീമിന് വേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. റിസൾട്ട് വേണം. അത് ഫ്രണ്ട്ലി മത്സരങ്ങളുടെ റിസൾട്ടിനേക്കാൾ വേൾഡ് കപ്പിൽ ആദ്യ കളിയിലെ റിസൾട്ട് നമുക്കുണ്ടാക്കണം. അതിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ഇന്ന് ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെ കളിക്കുന്നുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് നാളെ പുലർച്ചെയാണ് ആ മത്സരം നടക്കുന്നത്. നാളെ പുലർച്ചെ 5:30 ബ്രസീൽ വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടം. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ബ്രസീൽ ടീം ഈ ഫ്രണ്ട്ലി മത്സരങ്ങൾ എങ്ങനെ കാണുന്നു, ബ്രസീൽ വേൾഡ് കപ്പ് കളിക്കാൻ സജ്ജമായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ യഥാർത്ഥത്തിൽ ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പക്ഷേ അത്ര സ്ട്രോങ് അല്ല, കാരണം പരിക്ക് നമ്മളെ വലച്ചു. നമുക്ക് തീർച്ചയായിട്ടും താരങ്ങളുടെ കാര്യത്തിൽ ഗുഡ് ഫീലിംഗ് ആണുള്ളത്. ടീമിൽ ഫൈനൽ സ്ക്വാഡിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വർദ്ധിക്കുകയാണ്. നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ ഗെയിമുകളിൽ ഈ പുതിയ താരങ്ങളെ ടെസ്റ്റ് ചെയ്യുക എന്നതായിരുന്നില്ല. നമ്മുടെ ഐഡിയ വേൾഡ് കപ്പിനുള്ള സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇവിടെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ പരിക്ക് നമ്മളെ അതിന് അനുവദിച്ചില്ല. എന്തായാലും ഇനി അതിന് നമ്മൾ മറ്റു വഴികൾ തേടണം. വേൾഡ് കപ്പിന് മുമ്പുള്ള സന്നാഹ മത്സരങ്ങൾ അതിനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, വി ആർ ഓൺ റൈറ്റ് ട്രാക്ക്. നമ്മൾ കൃത്യമായ ട്രാക്കിലൂടെയാണ് പോകുന്നത്. ക്രിറ്റിസിസം, ഈ വിമർശനങ്ങളൊക്കെ വരും, അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ എനിക്ക് കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. പ്രധാനപ്പെട്ട കാര്യം റിസൾട്ടാണ്. ഏത് റിസൾട്ട് എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ ഉണ്ടാക്കുന്ന റിസൾട്ടാണ് എന്ന് കൂടി കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ലി മത്സരത്തിലെ തോൽവി മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കോച്ച് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ബ്രസീൽ അതിന് പ്രാഗ്മാറ്റിക്കലി ഇങ്ങനെയുള്ള വേൾഡ് കപ്പ് മത്സരങ്ങൾക്കൊക്കെ ഇപ്പോൾ റെഡിയാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി യെസ്, ഇറ്റ്സ് റെഡി. ബ്രസീൽ റെഡിയാണ്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ 2 വേൾഡ് കപ്പുകൾ ബ്രസീൽ വിജയിച്ചപ്പോൾ അതിൻ്റെ കാരണം ഒരു ഫാൻറ്റാസ്റ്റിക് കോമ്പിനേഷൻ ഓഫ് ടാലൻറ്റ് ആൻഡ് ഡിഫെൻസീവ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഹിസ്റ്ററി അങ്ങനെയാണ് പറയുന്നത്, വളരെ ക്ലിയർ ആണ്. വേൾഡ് കപ്പ് വിജയിക്കണമെങ്കിൽ ബ്രസീലിന് ടാലൻറ്റ് വേണം, അത് നമുക്കിപ്പോൾ ഉണ്ട്. സ്ട്രോങ് ഡിഫെൻസ് അത് വേണം, അതും നമുക്കുണ്ട്. സോ മറ്റു വഴികളൊന്നുമില്ല. ഞാൻ കൺവിൻസ്ഡ് ആണ് നമ്മൾ മികച്ച ടീമാണ് എന്നുള്ളതിൽ. പക്ഷേ ഈ ഒഫൻസീവ് പ്ലേയിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുകൂടി കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.